യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE പ്രസിഡന്റ് IT കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ഫെഡറൽ നിയമങ്ങൾ പുറപ്പെടുവിച്ചു. അതിൽ UAEയിലെ ആരും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ അഥവാ VPN ഉപയോഗിച്ച് വെബ് ട്രാഫിക് സുരക്ഷിതമാക്കുന്നത് വിലക്കുന്ന ഒരു നിയന്ത്രണം ഉൾപ്പെടുന്നു. VPN-കൾ വഞ്ചനാപരമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ VPN അല്ലെങ്കിൽ പ്രോക്സി സെർവർ ഉപയോഗിക്കുന്ന ആർക്കും തടവും 5 ലക്ഷം ദിർഹം മുതൽ 20 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കുമെന്ന് പുതിയ നിയമം പറയുന്നു. മുമ്പ് ഇന്റർനെറ്റ് കുറ്റകൃത്യത്തിന്റെ ഭാഗമായി VPN-കൾ ഉപയോഗിക്കുന്ന ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് മാത്രമായിരുന്നു നിയമം പരിമിതപ്പെടുത്തിയിരുന്നത്. എന്നാൽ UK ആസ്ഥാനമായുള്ള VPN-ഉം സ്വകാര്യതാ അഭിഭാഷകനുമായ പ്രൈവറ്റ് ഇന്റർനെറ്റ് ആക്സസ് പറയുന്നത് UAEയിലെ പോലീസിന് ബ്ലോക്ക് ചെയ്ത സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ VPN-കൾ ഉപയോഗിക്കുന്ന ആരെയും പിന്തുടരാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ നിയമം മാറിയിരിക്കുന്നു എന്നാണ്. ഇത് ഒരു IP വിലാസത്തിന്റെ വഞ്ചനാപരമായ ഉപയോഗമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തെവിടെയുമുള്ള ഉപയോക്താക്കളെ ഇന്റർനെറ്റിലെ ഒരു സ്വകാര്യ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ അനുവദിക്കുന്ന സേവനങ്ങളാണ് VPN-കൾ. ഉപയോക്താവിന്റെ യഥാർത്ഥ സ്ഥാനം മറയ്ക്കുന്നതിനാൽ ഇവ ഓൺലൈൻ സ്വകാര്യതയ്ക്ക് ഉപയോഗപ്രദമാണ്. എന്നിരുന്നാലും വിദേശ ഉപയോക്താക്കൾ ആ രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്ന് നെറ്റ്ഫ്ലിക്സ് US-നെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ട്വിറ്റർ, ഫേസ്ബുക്ക് പോലുള്ള സേവനങ്ങളോ അശ്ലീല വെബ്സൈറ്റുകളോ ആക്സസ് ചെയ്യുന്നതിന് ചൈനയിലോ തുർക്കിയിലോ ഉള്ള സ്റ്റേറ്റ് സെൻസർഷിപ്പ് മറികടക്കുക തുടങ്ങിയ ഉള്ളടക്കത്തിലെ പ്രാദേശിക നിയന്ത്രണങ്ങൾ മറികടക്കാനും ഇവ ഉപയോഗിക്കാം. ഡാർക്ക് വെബിൽ മറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നതിന് VPN-കൾ പലപ്പോഴും Tor അനോണിമസ് നെറ്റ്വർക്കുമായി സംയോജിച്ച് ഉപയോഗിക്കുന്നു. സൗജന്യ വായ്പ ആപ്പുകൾക്കെതിരായ പോരാട്ടം. നിലവിൽ UAEയിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ ഗൾഫ് രാജ്യത്തിനുള്ളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ജനപ്രിയ ആപ്പുകളായ വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, വൈബർ എന്നിവയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് VPN-കൾ ഉപയോഗിക്കുന്നു. വോയിസ് ഓവർ IP (VoIP) സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്റർനെറ്റിലൂടെ സൗജന്യമായി വോയിസ് കോളുകൾ നൽകുന്ന മെസ്സേജിംഗ് വോയിസ് ആപ്പുകളാണിവ. ലോകമെമ്പാടുമുള്ള ടെലികോം ഓപ്പറേറ്റർമാർക്ക് VoIP ഓവർ ദി ടോപ്പ് ആപ്പുകൾ വളരെക്കാലമായി ഒരു പ്രശ്നമാണ്. കാരണം ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ഇനി അന്താരാഷ്ട്ര കോളിംഗ് നിരക്കുകൾ നൽകേണ്ടതില്ല. അവർക്ക് സ്കൈപ്പ്, വാട്സാപ്പ്, ഫേസ്ബുക്ക് മെസഞ്ചർ, വൈബർ അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് എന്നിവയിൽ അവരോട് സംസാരിക്കാൻ കഴിയും. എന്നാൽ VoIP ആപ്പുകളിൽ നിന്നുള്ള വരുമാന നഷ്ടം തടയാൻ ടെലികോം കമ്പനികളുടെ പേരിലും അവയുടെ പേരിലും നിയന്ത്രണം ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സർക്കാരുകളിൽ ഒന്നാണ് UAE. എറ്റിസലാത്തും ഡുവും മാത്രമാണ് UAE സർക്കാർ വാണിജ്യ VoIP സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനുള്ള ലൈസൻസ് അനുവദിച്ച ലോകത്തിലെ 2 കമ്പനികൾ. ഇത് ചെലവേറിയതായിരിക്കും. കൂടാതെ പൗരന്മാർക്കും താമസക്കാർക്കും ഏതൊക്കെ സേവനങ്ങൾ ഉപയോഗിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നതിനുപകരം രാജ്യത്ത് നടത്തുന്ന വോയിസ് കോളുകളുടെ കുത്തക നിലനിർത്തുന്നതിൽ UAEയുടെ ടെലികോം ദാതാക്കളെ സർക്കാർ സഹായിക്കുന്നു. സ്നാപ്ചാറ്റ്, സ്കൈപ്പ്, വാട്സാപ്പ് എന്നിവയിലെ വോയിസ് കോളിംഗ് സവിശേഷതകൾ UAEയിൽ പ്രവർത്തിക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് UAEയും എത്തിസലാത്തിനെയും ഡുവിനെയും വിദഗ്ധർ മുമ്പ് വിമർശിച്ചിട്ടുണ്ടെങ്കിലും UAEയുടെ ടെലികോം റെഗുലേറ്റർ എത്തിസലാത്തിനും ഡുവിനുമൊപ്പം നിൽക്കുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ആപ്പുകൾ നിരോധിക്കണമെന്നും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ VPN ആപ്പ് ഉപയോഗിച്ച് വാട്സാപ്പ് കോൾ ചെയ്താലോ മറ്റു സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ബ്രൗസിംഗ് ചെയ്താലോ പിടിവീഴാം. അങ്ങനെ പിടിക്കപ്പെട്ടാൽ 5 ലക്ഷം ദിർഹം മുതൽ 20 ലക്ഷം ദിർഹം വരെ പിഴ അടയ്ക്കേണ്ടി വരും. ഈ തുക ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്താൽ ഏകദേശം 1.17 കോടി രൂപ മുതൽ 4.71 കോടി രൂപയാണ്.